24 മണിക്കൂർ കൊണ്ട് 11,60,60,000 സംതിങ് വ്യൂവേഴ്സാണ് കിട്ടിയത്. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ 11,30,30,000 കണക്കാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ആ കണക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 11,60,60,000 വ്യൂസ് വന്നിട്ടുള്ളത്. 24 മണിക്കൂറിൻ്റെ റിസൾട്ടാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിനെ മനസ്സിലാവും. കാരണം നമ്മൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വീഡിയോയുടെ റീച്ചും അതുപോലെ തന്നെ സബ്സ്ക്രൈബറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോക്ക് റീച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടുന്നില്ല എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റൊന്നും പ്രത്യേകിച്ച് അതിലില്ല. ആരെങ്കിലുമൊക്കെ ചെയ്ത വീഡിയോസ് എടുത്തിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അതിൽ വോയിസ് ഓവർ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഒരു ഇൻകം നേടണം എന്ന ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയാസൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മറ്റുള്ളവരുടെ വീഡിയോസിന് വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിലെന്താണ് വ്യൂസ് ഇല്ല എന്നുള്ളത്. അതിനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കോമഡി കണ്ടൻറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ കോമഡി കണ്ടൻറ്റ് ചെയ്യുന്ന ഞാൻ ആ അക്കൗണ്ടിൽ പോയിട്ട്, അതായത് ഈ അക്കൗണ്ടിൽ ഞാൻ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വ്യൂസ് കാണില്ല, അതായത് എൻ്റെ സബ്സ്ക്രൈബർ കാണില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ സജസ്റ്റ് ചെയ്ത് തരിക, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് നമ്മളൊരു ഫോൺ നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഫുള്ള് ഫോണിൻ്റെ ഫോട്ടോസ് തന്നെ ആയിരിക്കും സജസ്റ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, നമ്മൾ കോമഡി വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിന് ഏറ്റവും കൂടുതൽ നമ്മളുടെ വീഡിയോസ് എത്തിക്കുന്നത് ആ രീതിയിലുള്ള വീഡിയോസ് കാണുന്നവർക്ക് ഇടയിലേക്കാണ് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് എത്തിക്കുന്നത്. എന്നതുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോസിന് റീച്ച് കിട്ടാത്തത്. പക്ഷേ ഞാൻ ഡെയിലി ഈ വീഡിയോസ് ഇടാനുള്ള കാരണം വേറെ ഒന്നുമില്ല. അതിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാം, എനിക്ക് ഇത്ര സമയം ഉണ്ടെങ്കിൽ എനിക്ക് 5 ഷോർട്സ് ഇട്ട് വീണ്ടും എനിക്ക് വ്യൂസ് കൂടും, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൂടും. ഞാനത് ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചിട്ട് യൂട്യൂബിൽ ഷോർട്സോ അത് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന അനുഭവങ്ങൾ എൻ്റെ വീഡിയോസായിട്ട് ഇവിടെ കൊണ്ടുവന്നിടും. അതായത് ആ ഷോർട്സ് വീഡിയോസിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോസിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ ചാനൽ അതായത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് യൂട്യൂബിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഷോർട്ടിൽ ചെയ്യുന്നത് മറ്റുള്ള കണ്ടൻ്റ് ആകുമ്പോൾ എനിക്ക് അതിൽ കിട്ടുന്ന വ്യൂസ് പോലെ പിന്നീട് പതുക്കെ ഒരു പക്ഷേ നാളെ കിട്ടിക്കോളണമെന്നില്ല, മറ്റന്നാൾ കിട്ടിക്കോളണമെന്നില്ല, ചിലപ്പോൾ 4 മാസം ഇങ്ങനെ കിട്ടില്ല, ഒരു വർഷം ഇങ്ങനെ കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ എനിക്ക് ഷോർട്ട് ഫീഡിൽ കിട്ടുന്ന അതേ വ്യൂസ് എനിക്ക് ഒരു നാൾ ഇതിലും കിട്ടുന്നുള്ളത് ഉറപ്പുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബർ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് വീഡിയോസിന് കിട്ടുന്ന വ്യൂസ് വെറും 15, 10, 20, 30 എന്നിട്ടും ഞാൻ ഇതിൽ നിന്ന് പിന്മാറാതിരിക്കാനുള്ള കാരണം എനിക്ക് തുടക്കത്തിൽ ഷോർട്ട് വീഡിയോസിലും എനിക്ക് ഇത്ര തന്നെയാണ് വ്യൂസ് കിട്ടിയിരുന്നത്. 15, 20, 500 അത്ര തന്നെ കിട്ടിയിരുന്നത്. അത് 2 മില്യൺ, 2.3 മില്യൺ അല്ലെങ്കിൽ 1 മില്യൺ എന്ന രൂപത്തിൽ എൻ്റെ വ്യൂസ് കൂടാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ വ്യൂസ് വരാതിരിക്കുമ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതായത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരുന്നു എൻ്റെ വ്യൂസ് ഇന്ന് കൂടാനുള്ള കാരണം. അതുപോലെ തന്നെ നാളെ എൻ്റെ വീഡിയോസിനും വ്യൂസ് കൂടുന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ വീണ്ടും പിൻ ചെയ്ത് വെക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയും ഞാൻ 6 മാസം മുമ്പ് ചെയ്ത വീഡിയോസിൻ്റെ വ്യൂസും അതെല്ലാം പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് അത് നാളെ നമ്മുടെ വീഡിയോ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യൂസ് കിട്ടുന്നില്ല എന്ന രൂപത്തിൽ
വീഡിയോസ് ചെയ്യാതിരിക്കാതെ ഡെയിലി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാം. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും ആൾക്ക് റീച്ചൊന്നും കിട്ടുന്നില്ല, വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു 500 1000 സബ്സ്ക്രൈബുള്ള എനിക്ക് വ്യൂസ് കിട്ടാത്തതിൽ ഒരു തർക്കമില്ല. എന്നിട്ടും അദ്ദേഹം അതായത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ വീഡിയോസ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ടെൻഡൻസി എന്തായാലും കൂടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നില്ല അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബർ കിട്ടുന്നില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസും ഷോർട്സും ചെയ്യുക. ഒരു നാൾ ഉറപ്പാണ് എൻ്റെ വീഡിയോ ഇപ്പോൾ 10 15 നിൽക്കുന്ന പോലെ നിങ്ങളത് സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് ഇപ്പോൾ എൻ്റെ ഷോർട്സ് വന്ന് നിൽക്കുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ വീഡിയോസ് മില്യൺസിൽ എത്തിയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞാനും പറഞ്ഞുള്ളത് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് സബ്ജക്റ്റ് പറയാനറിയില്ല. എന്നിരുന്നാൽ പോലും ഞാനിതിനെക്കുറിച്ച് പറഞ്ഞിട്ട് 6 മിനിറ്റായപ്പോൾ ഏകദേശം ഈ വീഡിയോ ഇത്രയും നീട്ടിക്കൊണ്ടുപോയി പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ വാച്ച് അവർ കൂടും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ എന്നെപ്പോലെ വീഡിയോ ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം വെച്ചാൽ റീച്ച് കിട്ടുന്നില്ല ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർക്കും കൂടി പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അന്ന് മാത്രം പറയുന്നില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാച്ച് അവർ കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.